അതിലെന്താന്ന് ചക്ക ഉണ്ടോ? ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഇതേ കുക്കറിലേക്ക് ഇടും. കുറച്ച് കയ്യിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഒന്ന് തളിക്കും. ലേശം ഉപ്പിടും. എന്നിട്ട് ബാക്കി നമ്മൾ എന്താ ചെയ്യണമെന്ന് കാണാം. ചക്ക കുക്കറിലടുപ്പത്ത് വെച്ചു. ലേശം ഉപ്പിട്ട് വെച്ചേക്കാണ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? അത് ഒരൊറ്റ വിസിൽ മതി. ചക്കക്ക് അധികം വേവില്ലല്ലോ. കുക്കറിൽ ഒറ്റ വിസിൽ. കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുത്തു. എന്താണെന്നറിയോ? ഗ്യാസിൻ്റെ പ്രശ്നത്തിന് വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ്. പിന്നെ നോക്കൂ, ചെറിയ ഉള്ളി ഇത്ര എടുത്തു. പിന്നെ ഒരു സാധനം കൂടി, അതാണ് പ്രധാനം, അത് വേണം. എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രധാനം ഇത് പുഴുക്കിനത് ജീരകം, നമ്മുടെ സാധാരണ ജീരകമില്ലേ അത്. ഇനിയിപ്പതേ ഇതെല്ലാം കൂടി ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇപ്പം ഇതിലേക്ക് ഇടും. മുളക് പൊടിയുടെ ആവശ്യമില്ല, പച്ചമുളക് ചേർക്കണം. ഇതെല്ലാം കൂടി വെണ്ണ പോലെ അരയണ്ട, ഒരുമാതിരി അരഞ്ഞാൽ മതി. അപ്പോഴേക്കും ചക്ക വേവും. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ? വെണ്ണ പോലെ അരയണ്ട, എന്നാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുകയും വേണം. ഇതാണ് അതിൻ്റെ പരുവം. ഇത് കണ്ടോ? ഇത്ര അരഞ്ഞാൽ മതി. വെണ്ണ പോലെ ഒന്നും അരയേണ്ട ആവശ്യമില്ല, ഇത്ര അരഞ്ഞാൽ മതി. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ചക്കയും വിസിൽ വന്ന് ഞാൻ തീ കടത്തി വെച്ചേക്കണം. ഒന്ന് ആറി കഴിഞ്ഞ് അത് തുറക്കാറാകുമ്പോൾ ഇത് അതിനകത്തേക്ക് ഇടുക. അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീയിലേ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പച്ചമണം പോകണമല്ലോ തേങ്ങയുടെ. അപ്പോൾ ഒന്ന് പതുക്കനൊന്ന് ഇങ്ങനെ തിളച്ച് വന്നവരെ ഒന്ന് നമ്മൾ തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം തീ കെടുത്തി എന്താ ചെയ്യണത്? അവിടെയാണ് പുഴുക്കിൻ്റെ ടേസ്റ്റ്. കുറച്ച് എന്താ പച്ചക്കറിവേപ്പില അങ്ങോട്ട് തൂവുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അമ്പാട്ട നിങ്ങൾ ഭയങ്കര ടേസ്റ്റാണ്. നിലത്ത് പുല്ല കഴിച്ച. അപ്പോൾ കൂട്ടുകാരെ, ചക്ക നന്നായിട്ട് വെന്തു. കരിവേപ്പിലിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്നും നന്നായിട്ട് വെന്തുപോയി. ചക്ക വെന്തുപോയി. ഞാനേ 2 വിസിൽ കേൾക്കാൻ നിന്നു. എന്നാൽ വിസിൽ കേട്ടാൽ അപ്പം തന്നെ ഒന്ന് തുറന്നു നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ കുറച്ച് കൂടുതൽ വെന്തുപോയി. സാരമില്ല, നമുക്ക് ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾ കൊതി വയ്ക്കരുത്. ചിക്കൻ വറുത്തരച്ചതും ചക്കപ്പുഴുക്കും കൂടി ഒരു പിടി പിടിക്കാം. നോക്കാം ചക്കപ്പുഴുക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചിക്കൻ വറുത്തരച്ച് വെച്ചതാ. ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അടുത്തതുമായിട്ട് അടുത്ത റെസിപ്പിയായിട്ട് അടുത്തതിൽ വരും. ഓക്കെ, ബൈ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ?